നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വലപ്പാട് ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്കും മക്കൾക്കും പരിക്ക്. തീരദേശത്തെ മഞ്ഞക്കടലാക്കി SNDP യോഗം. നാട്ടിക യൂണിറ്റിന്റെയും പെരിങ്ങോട്ടുകര യൂണിറ്റിന്റെയും ഗുരുജയന്തി ഘോഷയാത്ര. മനുഷ്യാവകാശ സംഘടനയായ CPSJ ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ 1ാം വാർഷികം വലപ്പാട് നടന്നു. വാർത്തകൾ വിശദമായി. നിയന്ത്രണം വിട്ട കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്കും മക്കൾക്കും പരിക്കേറ്റു. വലപ്പാട് കണക്കം വീട്ടിൽ വിനു, മക്കളായ ശിവാനിക, നവനീത് കൃഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത്. വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ബുധനാഴ്ച രാവിലെ 9-നാണ് സംഭവമുണ്ടായത്. സ്കൂളിലേക്ക് മക്കളെയും കൊണ്ടുപോകുകയായിരുന്ന വിനുവിന്റെ വാഹനത്തിലേക്ക് ചൂലൂർ ഭാഗത്തു നിന്നും നിയന്ത്രണം വിട്ടുവന്ന കാറ് ഇടിക്കുകയായിരുന്നു. നവനീത് കൃഷ്ണയുടെ തലയ്ക്കും ശിവാനിയുടെ കൈക്കുമാണ് പരിക്കേറ്റത്. അപകടത്തിൽപ്പെട്ടവരെ ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SNDP യോഗം നാട്ടിക യൂണിയൻ ശ്രീനാരായണ ഗുരു ജയന്തി വർണ്ണാഭമായി ആഘോഷിച്ചു. വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുത്ത ഘോഷയാത്ര മഞ്ഞക്കടലായി മാറി. ആനയും അമ്പാരിയും വിവിധ വാദ്യമേളങ്ങളോടെ തൃപ്രയാറിലൂടെ നാട്ടിക ശ്രീനാരായണ ഗുരുദേവ മണ്ഡപത്തിൽ സമാപിച്ചു. യൂണിയനിലെ 44 ശാഖകളിൽ നിന്നുമായി വാഹനങ്ങളിൽ എത്തിച്ചേർന്ന വനിതകളും യൂത്ത് മൂവ്മെന്റ് ബാലജന യോഗവും സംയുക്തമായി ഘോഷയാത്രയിൽ പങ്കെടുത്തു. യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, വൈസ് പ്രസിഡന്റ് സുദീപ് മാസ്റ്റർ, ബോർഡ് മെമ്പർമാരായ ജയന്തൻ പുത്തൂർ, പ്രകാശ് കടവിൽ, കൗൺസിലർമാരായ KG നാരായണദാസ്, CS ഗണേശൻ, നരേന്ദ്രൻ തയ്യിൽ, തുഷാർ ഇലിക്കൽ, ബിനോയ് പാണപറമ്പിൽ, ദീപൻ മാസ്റ്റർ, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, സെക്രട്ടറി ശ്രീജ മൗസ്മി, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് PV പ്രഭാശങ്കർ, അദ്വൈത് വയനപ്പിള്ളിൽ എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക ശ്രീനാരായണ ഗുരു മന്ദിരാങ്കണത്തിൽ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷം നടന്നു.
വൈകിട്ട് നടന്ന ഘോഷയാത്ര നാട്ടിക ശ്രീനാരായണ ഹാളിൽ നിന്നും ആരംഭിച്ച് തൃപ്രയർ സെന്ററിൽ എത്തിച്ചേർന്നു. തുടർന്ന് നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചെങ്കിൽ ആ കെട്ടകാലത്തെ മാറ്റിയെടുക്കുന്നതിൽ അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽ ശ്രീ നാരായണഗുരു വഹിച്ച പങ്ക് ആർക്കും മറച്ചുവെക്കാൻ കഴിയില്ലെന്ന് മന്ത്രി പറഞ്ഞു. മലയാളത്തെ അക്ഷരാർത്ഥത്തിൽ മാറ്റിയെടുത്ത ഒരു മഹാനായ മനുഷ്യയാണ്. നമ്മുടെ നാട് സ്വാമി വിവേകാനന്ദൻ എന്ന വിപ്ലവകാരിയായ യുവസന്യാസിയായ ഭ്രാന്താലയം എന്ന വിളിപ്പേര് കേട്ട നാടാണ്. ഷൊർണൂരിൽ ട്രെയിൻ മാർഗം വന്നിറങ്ങി ഇന്ത്യയാകെ കാണാനുള്ള യാത്രക്കിടയിൽ മലയാളത്തെ നേരിട്ട് കാണാൻ കേരളത്തിന്റെ ഹൃദയഭൂമികളിലൂടെ യാത്ര ചെയ്ത് ഇന്ന് വിവേകാനന്ദ പാറ എന്ന് സ്നേഹപൂർവ്വം നാം വിളിക്കുന്ന അന്ന് പേരില്ലാതിരുന്ന കന്യാകുമാരിയിലെ പാറപ്പുറത്ത് 3 ദിവസത്തെ മൗനധ്യാനവും കഴിഞ്ഞ് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ നോക്കി അലറുകയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഭ്രാന്താലയമായ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായി ഇന്ന് പരിവർത്തനം ചെയ്യിക്കപ്പെട്ടതിന്റെ പിന്നിൽ സമുജ്വലമായിട്ടുള്ള പോരാട്ടത്തിന്റെയും സമരങ്ങളുടെയും ഉജ്ജ്വലങ്ങളായിട്ടുള്ള ഗാഥകൾ നമ്മളെല്ലാം കരുതുന്നത് പോലെ ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം എന്ന് നാം അഭിമാനത്തോടെ വിളിക്കുന്നതിന് പിന്നിൽ ഇവിടുത്തെ മലകളുടെയും പുഴകളുടെയും കാട്ടരുവിയുടെയും കാട്ടാളിന്റെയും താരവും മനോഹരമായ കേരളത്തിന്റെ പ്രകൃതി ഭംഗിയുമല്ല. കേരളം കേരളമാകുന്നതിന്റെ പിന്നിൽ നടന്ന ഇതിഹാസ തുല്യമായിട്ടുള്ള വലിയ സമരങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് നമ്മുടെ പുതിയ തലമുറ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും അയ്യങ്കാളിയും വാഗ്ബടാനന്ദനും ചട്ടമ്പി സ്വാമികളും കൊയ്യീരപ്പച്ചനും പണ്ഡിറ്റ് കറുപ്പനും ഈ കേരളത്തിന്റെ മണ്ണിൽ മലയാളിയെ മനുഷ്യനാക്കി മാറ്റാൻ നടത്തിയ മഹത്തായ സമരങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി പരിവർത്തനം ചെയ്തത്. വയനാടുണ്ടായ അതിദാരുണമായ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ആ പ്രദേശത്തെ ജനങ്ങളെ ഒന്നായി ചേർത്ത് പിടിക്കുന്നതിനായി ഇന്ന് കേരള ജനതയ്ക്ക് ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കാൻ കഴിയുന്നതിൽ ശ്രീനാരായണ ഗുരുവിന്റെ സ്വാധീനം വളരെ വലുതാണെന്നും മന്ത്രി പറഞ്ഞു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് AV സഹദേവൻ അധ്യക്ഷനായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ മുഖ്യാതിഥിയായി. ഗുരുജയന്തിയോടനുബന്ധിച്ച് നടത്തിയ സാഹിത്യ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. CK സുഹാസ്, NAP സുരേഷ് കുമാർ, CP രാമകൃഷ്ണൻ മാസ്റ്റർ, ബൈജു കോറോത്ത് എന്നിവർ സംസാരിച്ചു. SNDP വനിതാ സംഘം അവതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരു തൃപാദം ഉപദേശിച്ചു തന്ന ധർമ്മോപദേശം പരിപാലിക്കപ്പെടട്ടെ എന്ന സന്ദേശ പ്രചരണ ഘോഷയാത്രയാണ് ഈ വഴി കടന്നു വരുന്നത്. SNDP യോഗം പെരിങ്ങോട്ടുകര യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഗുരുജയന്തി വിപുലമായി ആഘോഷിച്ചു. രാവിലെ യൂണിയൻ പ്രസിഡന്റ് പീത പതാക ഉയർത്തി. തുടർന്ന് ജയന്തി വിളംബര ഘോഷയാത്ര ശാഖകളിലെത്തി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. വൈകിട്ട് തൃപ്രയാർ കിഴക്കേനടയിൽ നിന്നും ജയന്തി ഘോഷയാത്ര തുടങ്ങി. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു. ശ്രീനാരായണ ഹാളിൽ ചേർന്ന പൊതുസമ്മേളനം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവന്റെ 170ാം ജന്മദിനം നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. വളരെ സന്തോഷപൂർവ്വം വളരെ വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ നല്ല രീതിയിൽ നമ്മൾ ആഘോഷിച്ച് വരുന്നതുമാണ്. ഈ വർഷം ഇവിടെ സൂചിപ്പിച്ച പോലെ വയനാട് ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ നമ്മുടെ സഹോദരങ്ങൾ 500ഓളം പേർ അവരുടെ ആ ഒരു ഗ്രാമം തന്നെ ഉരുൾപൊട്ടൽ. യൂണിയൻ പ്രസിഡന്റ് ഹണി കണാറ അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുനിൽ കൊച്ചത്ത്, യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ TG സുഭാഷ്, യോഗം ഡയറക്ടർമാരായ ഷിജി തീയാടി, വിനോദ് KV, കൗൺസിലർമാരായ സുരേഷ് ബാബു വന്നേരി, സുരേഷ് പണിക്കശ്ശേരി, സാജി കൊട്ടിലപ്പാറ, ദിവ്യാനന്ദൻ, ബിജു MK,
പ്രദീപ് പാണപറമ്പിൽ, ബിജോയ് KV, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ദീപ്തീഷ് കുമാർ, സെക്രട്ടറി ബിനു കളത്തിൽ, വനിതാ സംഘം പ്രസിഡന്റ് അനിത പ്രസന്നൻ, സെക്രട്ടറി സിനി സൈലജൻ, വൈദിക യോഗം ചെയർമാൻ മനോഹർ ജി, കൺവീനർ അമ്പാടി ശാന്തി, ബൈജു തെക്കിനിയടുത്ത്, വിനയൻ കക്കേരി, പ്രസൂൺ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ആഘോഷം നടത്തി. ചൊവ്വാഴ്ച രാവിലെ വിളംബര വാഹന ഘോഷയാത്ര ആരംഭിച്ചു. അലങ്കരിച്ച വാഹനം വിവിധ കരകളിൽ നിന്നും SNDP ശാഖകളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി. സ്വീകരണത്തിന് ശേഷം ചിദംബര ക്ഷേത്രത്തിൽ മേൽശാന്തി സിജിത്തിന്റെ കാർമ്മികത്വത്തിൽ മഹാഗുരുപൂജ നടന്നു. കാരമുക്ക വടക്ക് ശാഖയുടെ വകയായി അന്നദാനവും ഉണ്ടായിരുന്നു. വിളംബര ജാഥയ്ക്ക് SNGS പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ജനറൽ സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് സാജൻ കൂട്ടാല, സെക്രട്ടറി രതീഷ് കൂനത്ത്, ജോഷി എരണേഴത്ത്, വത്സരാജ്, സുധീർലാൽ, ശിവൻ, സെൻ കല്ലാറ്റ്, ദിലീപ് മൂത്തേടത്ത്, സോണി പൊറ്റേക്കാട്ട്, വേണു ചേർത്തേടത്ത്, ക്ഷേത്ര ഉപസമിതി കൺവീനർ സജീവൻ കാരമുക്ക്, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷ ദിനത്തിൽ ഗുരുദേവ മഹാത്മ്യം കൈകൊട്ടിക്കളിയുമായി വലപ്പാട് കൈകൊട്ടിക്കളി സംഘം. ഗുരുദേവ മഹാത്മ്യത്തിലെ സത്യചിന്തയിൽ എന്നു തുടങ്ങുന്ന കഥകളി പദമാണ് വലപ്പാട് കൈകൊട്ടിക്കളി സംഘത്തിന്റെ നേതൃത്വത്തിൽ നാട്ടിക ശ്രീ നാരായണ ഗുരു മന്ദിരത്തിന് മുൻപിൽ അവതരിപ്പിച്ചത്. ബീന സദാനന്ദൻ നേതൃത്വം നൽകി. മനുഷ്യാവകാശ സംഘടനയായ സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് CPSJ ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ 1ാം വാർഷികം നടത്തി. വലപ്പാട് മായ കോളേജിൽ നടന്ന വാർഷിക കൂടിച്ചേരൽ ദേശീയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PV ഷൈൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ ധ്വംസനങ്ങൾ വർദ്ധിച്ചുവരുന്ന ഈ കാലത്ത് CPSJയുടെ പ്രസക്തി ഏറെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് PC തോമസ് മാസ്റ്റർ അധ്യക്ഷനായി. ANG ജെയ്ക്കോ മാസ്റ്റർ 15-ന് പരിപാടി വിശദീകരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് PD ജയശങ്കർ പഠനോപകരണ വിതരണം നടത്തി. സംസ്ഥാന സെക്രട്ടറി K ദാനചന്ദ്രൻ തിരിച്ചറിയൽ കാർഡ് വിതരണം നടത്തി. ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ പുതിയടത്ത്, ജ്യോതി രാമകൃഷ്ണൻ, ഡോക്ടർ KV രാമചന്ദ്രൻ, ബൈജു ബാലൻ, OJ ബേർട്ടിൻ, ജിജി ജിജോ എന്നിവർ സംസാരിച്ചു. ഒരു പാനൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഓരോ മെമ്പേഴ്സിനും അവർക്ക് നമ്മുടെ ചെയർമാൻ തന്നെ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജാണ്. ഒരു ഡിസ്ട്രിക്ട് സെഷൻ ജഡ്ജിന്റെ അടുത്ത് നമ്മൾക്കൊരു സാധാരണക്കാരനായ വില്ലേജിൽ, അതാ ചാവക്കാട് താലൂക്ക്, നമ്മളൊക്കെ വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാരാണ്. വില്ലേജിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ജില്ലാ ജഡ്ജിന്റെ ഉപദേശം നേടാൻ ഒരു ഫോൺ കോളിലൂടെ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വസ്തുതയല്ല. ഈവൻ ഞങ്ങളെപ്പോലുള്ള അഡ്വക്കേറ്റ്സിനെ കാണുന്ന ഒരു ഓഫീസിൽ വന്നു കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഈവൻ ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജിനെ നമ്മളൊരു പ്രത്യേകിച്ച് നമ്മുടെ അവകാശം, നമ്മുടെ ആവശ്യം, നമ്മൾക്കൊരു നിയമത്തിന്റെ ഉപദേശം തേടണം. ആ നിയമോപദേശം തേടുന്നതിന് വേണ്ടി ഡിസ്ട്രിക്ട് ജഡ്ജിനെ ഒരു ടെലിഫോണിൽ വിളിക്കുന്നതിനും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അപ്പോയിന്റ്മെന്റ് എടുത്ത് അദ്ദേഹത്തോട് സംസാരിക്കുന്നതിനും നമ്മളുടെ നിവൃത്തികൾ നേടുന്നതിനും സാധിക്കാന്ന് വെച്ചാൽ ഒരു CPS മെമ്പർക്ക് മാത്രം കിട്ടുന്ന പ്രിവിലേജ് ആണ്. സാഹിത്യ കേരളത്തിന് ഒട്ടേറെ പ്രതിഭകളെ സംഭാവന ചെയ്ത് കഴിമ്പ്രം ദേശത്ത് നിന്ന് ഒരു എഴുത്തുകാരിയുടെ പുസ്തകം കൂടി പ്രകാശനം ചെയ്യപ്പെടുന്നു. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ അധ്യാപകരായ KV മോഹനൻ മാസ്റ്ററുടെയും VS അനഘ ടീച്ചറുടെയും മകൾ കഴിമ്പ്രം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സിജി വൈലോപ്പള്ളി എഴുതിയ ആദ്യ കഥാസമാഹാരം പൂതപ്പാട് ശനിയാഴ്ച വൈകിട്ട് 4-ന് കഴിമ്പ്രം സ്കൂളിൽ വെച്ച് പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 18 കഥകളുടെ സമാഹാരമായ പൂതപ്പാടിന് അവതാരിക എഴുതിയത് മുൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം ബാലചന്ദ്രൻ വടക്കേടത്താണ്. പുസ്തക പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനവും ബാലചന്ദ്രൻ വടക്കേടത്ത് നിർവഹിക്കും. അശോകൻ ചരുവിൽ പുസ്തകം പ്രകാശനം ചെയ്യും. KV മോഹനൻ മാസ്റ്റർ, KV ഹർഷൻ, ഡോക്ടർ ഷിജി ഗംഗാധരൻ, ഡോക്ടർ ബിജു രാമചന്ദ്രൻ, ഡോക്ടർ KM സജിത് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. തളിക്കുളം ദാറുൽ മുജ്തബ ഷംസുലുലമ ഇസ്ലാമിക് അക്കാദമിയിൽ ഷംസുലുലമ അനുസ്മരണ സമ്മേളനവും പ്രാർത്ഥനാ സദസ്സും നടത്തി. ദാറുൽ മുജ്തബ പ്രിൻസിപ്പാൾ അബ്ദുൾ റഷീദ് മദനി ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിൽ അഗാധ പാണ്ഡിത്യവും പൊതുകാര്യങ്ങളിൽ അസാമാന്യ ജ്ഞാനവും ഒത്തിണങ്ങിയ അപൂർവ വ്യക്തിത്വമായിരുന്നു ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
ചെയർമാൻ കെ എ ഹാറൂൺ റഷീദ് അധ്യക്ഷനായി. മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ നാട്ടിക റേഞ്ച് സെക്രട്ടറി PH സൈനുദ്ദീൻ, AA ബഷീർ, SYS സെക്രട്ടറി PM സിറാജുദ്ദീൻ, PM അബ്ദുൾ മജീദ് മുസ്ലിയാർ, KK ഹംസ, VC അബ്ദുൾ ഗഫൂർ, PA സുലൈമാൻ ഹാജി, EK ഖാലിദ്, VA ദാവൂദ് ഹാജി, KS സുബൈർ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കെയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കെയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം. പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. ചേട്ടനെവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്ന്? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. അന്തിക്കാട് പാടശേഖര കമ്മിറ്റിയുടെ കീഴിലുള്ള പടവുകളിൽ നേരത്തെ കൃഷി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പൊഴുതുമാട്ടം നടത്തി. പാടശേഖരം പ്രസിഡന്റ് EG ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി TJ സെബിൻ, കമ്മിറ്റി അംഗങ്ങളായ സുധീർ പാടൂർ, AV ശ്രീവത്സൻ, VD ജയപ്രകാശ്, CO ഷാജു, V ശരത് എന്നിവർ പങ്കെടുത്തു. പടവിൽ പമ്പിംഗ് പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള പണികൾ തുടക്കമായതായും ഭാരവാഹികൾ അറിയിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം വയനാടിനും കോഴിക്കോടിനും വേണ്ടി സംഭരിച്ച അവശ്യ സാധനങ്ങൾ വിലങ്ങാട് മഞ്ഞക്കുന്നിൽ ദുരിതാശ്വാസ ക്യാമ്പുണ്ടായിരുന്ന സെന്റ് അൽഫോൺസ പള്ളിയിലും വയനാട്ടിലെ ദുരിതബാധിതർക്കും കൈമാറി. വികാരി ഫാദർ ടിൻസ് മറ്റാപ്പള്ളി, വിലങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെൽമ രാജു, പാരിഷ് ട്രസ്റ്റി ജോസ് കല്ലുവേളിക്കുന്നേൽ,
വീട്, വാഹനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട ഡറിൽ ഡൊമിനിക്, ഹരിപ്രസാദ് എന്നിവർക്ക് കൾച്ചറൽ ഫോറം ഭാരവാഹികളായ ആൻഡ്രോ തൊറയൻ, രാമൻ നമ്പൂതിരി, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, ജഗദീഷ് രാജ് വാളമുക്ക് എന്നിവർ ചേർന്ന് അവശ്യ സാധനങ്ങൾ കൈമാറി. എൻ്റെ പേര് ഡാരിൽ ഡൊമിനിക് എന്നാണ്. ഞാനിവിടെ വെലങ്ങാട് മഞ്ഞക്കുന്ന് സ്വദേശി. ഇവിടെ എൻ്റെ വീടായിരുന്നു ഇത്. അപ്പം നമ്മൾ 29-ാം തീയതി രാത്രിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഈ ഒരു പ്രദേശം ഒന്നാകെ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായിട്ടും നശിച്ചു പോയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ലൈനിൽ ഏകദേശം 14 വീടുകൾ ഐഡൻറ്റിഫൈ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കാണാം, അവിടെയാണ് ആദ്യം ഉരുൾപൊട്ടലുണ്ടായത്. ആ ഉരുൾപൊട്ടലാണ് എല്ലാവർക്കും ഒരു വാർണിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വേറെ വലിയ രീതിയിലുള്ള ആപത്തൊന്നും സംഭവിക്കാണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാത്യു മാഷിനെ ഈ ഒരു ഉരുൾപൊട്ടലിൽ നമുക്ക് നഷ്ടപ്പെട്ടു. ആ ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് തൊട്ട് മുന്നേ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഞാനാണ് ആദ്യം ഇവിടെ ഇറങ്ങി വന്നതും ഇവിടെയുള്ള നാട്ടുകാരെയൊക്കെ വിവരം അറിയിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒരു കടയായിരുന്നു, ഒരു 3 ഷട്ടർ കടയുണ്ടായിരുന്നു, അപ്പുറത്തെ 2 ഷട്ടർ കട. അതുപോലെ നമ്മുടെ ഇവിടെ ഒരു മാതാവിൻ്റെ കപ്പേള ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഇവിടെ ഒരു പബ്ലിക് ലൈബ്രറി ആയിരുന്നു. അപ്പം ഈ ഒരു പ്രദേശം ഇതൊരു ചെറിയൊരു കുഞ്ഞു ടൗണായിരുന്നു. ഇവിടുത്തെ വൈകുന്നേരം ആയാൽ ആളുകളൊക്കെ ഒത്തുകൂടുകയും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റേഷനിൽ കടകളുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പ്രദേശമാണ് നമുക്ക് ഈ ഒരു ഉരുൾപൊട്ടലിൽ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായിരിക്കുന്നത്. അന്നേ ദിവസം ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് നമുക്ക് ആ ഒരു സ്പോട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി, ഇവിടെ ഉരുൾപൊട്ടലുണ്ടായി. അപ്പോൾ ഈ ഒരു പ്രദേശം ഒന്നാകെ ഒറ്റപ്പെട്ട നമ്മൾ ഈ ഒരു 50-60 മീറ്ററിനിടയിൽ കംപ്ലീറ്റ്ലി സ്റ്റക്കായിരുന്നു. രാത്രി 1:10 ആ ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടാകുന്നത്. അത് നമുക്കൊരു വാർണിംഗ് ആയിട്ട് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രദേശത്തിൽ ആളുകളൊക്കെ മാറ്റാനും നമുക്ക് ഈ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റി. ഈ ബാക്കിൽ കാണുന്ന വണ്ടി ഇത് നമ്മുടെ വണ്ടിയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് 6 വണ്ടികളാണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടത്. നമുക്ക് അവർ ജീപ്പ് കാണാം, ഈ ഒരു കാറ്, വേറെ ഒരു കാറും 2 ബൈക്കും നമുക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ മേ ബി ഈ ഒരു പാറക്കൂട്ടങ്ങളുടെ ഇടയിലൊക്കെ വണ്ടി ഉണ്ടാവും. ഇപ്പം പഞ്ചായത്ത് അധികൃതർ പറഞ്ഞിരിക്കുന്നത് അത് പാറ പൊട്ടിച്ച് അവർ നോക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ട് നമുക്ക് വണ്ടികൾ കണ്ടെത്തി കൊടുക്കണം എന്നുള്ളൊരു റൂളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഗവൺമെൻറ് സൈഡിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള ഓർഡറുകളൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീട്, ഇവിടെ 2000 സ്ക്വയർ ഫീറ്റ് വീടും നമ്മുടെ മുറ്റത്തുള്ള വീട്ടിലുള്ള കംപ്ലീറ്റ് തിങ്സ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സഹായവുമായി നാട്ടികയിൽ നിന്നും ഹരിതകർമ്മ സേനാംഗവും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് ഹരിതകർമ്മ സേനാംഗവും ഹരിതകർമ്മ സേന തൊഴിലാളി യൂണിയൻ CATU നാട്ടിക ഏരിയ കമ്മിറ്റി അംഗവുമായ K. നസീമ 20,000 രൂപയുടെ ചെക്ക് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് കൈമാറി. CATU ജില്ലാ ട്രഷററും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ലത ചന്ദ്രൻ, ഹരിതകർമ്മ സേന ജില്ലാ വൈസ് പ്രസിഡന്റും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ V. കല എന്നിവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ശ്രേഷ്ഠം സംഘടിപ്പിച്ചു. SSLC, ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകളിലും കായിക മേഖലയിലും മികച്ച നേട്ടം കൈവരിച്ചവരെയാണ് ആദരിച്ചത്. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പെരിങ്ങോട്ടുകര ഹൈസ്കൂള് എന്ന് വെച്ചാൽ 134 വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂള്. എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ ഹൈസ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. പോരാത്ത സഹായങ്ങൾ നമ്മുടെ രക്ഷാധികാരിയായിട്ടുള്ള രഘുനാഥ് പണിക്കർ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അത് വിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ചില സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് എന്നാണ് എന്നോട് പ്രിൻസിപ്പാളും അതുപോലെ തന്നെ അതിൻ്റെ ചുമതല വഹിക്കുന്ന ആൾ പറഞ്ഞത്. അപ്പം ചില കാര്യങ്ങൾ PTA അംഗങ്ങളുമായി സംസാരിച്ച് ചിലത് ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ സമയം ആയി കഴിഞ്ഞിട്ടുണ്ട്. കാരണം സർക്കാരിൻ്റെ ചില സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുന്നതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അത് പ്രഖ്യാപിക്കലല്ല ചെയ്തു കൊടുക്കലാണ് എൻ്റെ ഒരു സമീപനം എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞപ്പോഴൊന്നും പ്രഖ്യാപനം ഒന്നും നടത്തിയിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ PTA-യുടെ ട്രോഫി സമർപ്പിച്ചു. കലാകായിക വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരം താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നൽകി. ആവണങ്ങാട്ടിൽ കളരി വക സ്വർണ്ണ മെഡൽ സമർപ്പണം അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. TR എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ക്യാഷ് അവാർഡ് ചെയർമാൻ TR വിജയകുമാർ നൽകി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീന അനിൽകുമാർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VK പ്രദീപ് കുമാർ, മാതൃസംഗമം പ്രസിഡന്റ് ഷീബ ഗോപകുമാർ, സ്റ്റാഫ് സെക്രട്ടറി അജിത് കുമാർ, സ്കൂൾ പ്രിൻസിപ്പാൾ നിഷ JB, പ്രധാനാധ്യാപിക ഗീത CR എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഉപജില്ലാ സംസ്കൃത ദിനാചരണം നടന്നു.
ചന്ദ്രാപ്പിനി സ്കൂളിൽ നടന്ന സംസ്കൃത ദിനാചരണം കേരള കലാമണ്ഡലം രജിസ്ട്രാർ പി രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രദീപ് ലാൽ അധ്യക്ഷനായി. കേന്ദ്ര കയർ അസിസ്റ്റന്റ് ഡയറക്ടറും ആത്മീയ പ്രഭാഷകനുമായ ഡോക്ടർ എ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സോപാന സംഗീതത്തിലും അഷ്ടപതിയിലും പ്രഗൽഭ്യം തെളിയിച്ച അധ്യാപിക ഡോക്ടർ സിന്ധു ശ്രീകുമാർ, ചന്ദ്രാപ്പിനി സ്കൂളിലെ അധ്യാപിക ഡോക്ടർ സതി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. KSTF ജില്ലാ സെക്രട്ടറി NA അനുരാഗ്, എടതിരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജ രവീന്ദ്രൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഖിൽ മാണിയത്ത്, ഹെഡ്മാസ്റ്റർ KS കിരൺ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അനിൽകുമാർ, എടതിരുത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, ഗാന്ധി ദർശൻ കോർഡിനേറ്റർ വിനോദ് മാസ്റ്റർ, അറബിക് അധ്യാപകൻ സാദിഖ്, ഉപജില്ലാ ജോയിന്റ് കൺവീനർ നിഷ എന്നിവർ സംസാരിച്ചു. ഭാഷകളെ എങ്ങനെ നോക്കിക്കാണണം, അല്ലെങ്കിൽ ഈ പുതിയൊരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഭാഷയെ നമ്മൾ സമീപിക്കേണ്ടത് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. സാധാരണ നമുക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ലോകം മുഴുവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഭാഷയെല്ലാം കുറച്ച് സ്ഥലത്തന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഞാനൊരു സംഭവം പറയാം. എൻ്റെ 2 സുഹൃത്തുക്കൾ ഇറ്റലിയിലെ മിലാനിൽ ഒരു ബസ്സിൽ പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് സഹയാത്രികരോട് ഇംഗ്ലീഷിൽ എന്തോ ഒരു സംശയം ചോദിച്ചു, എവിടെ പോകുന്ന കാര്യം ചോദിച്ചതാണ്. അപ്പോൾ കൂടെ ഇരുന്ന ആൾ പറഞ്ഞു, അവിടെ ഇംഗ്ലീഷിൽ ചോദിക്കേണ്ട, മലയാളത്തിൽ ചോദിക്കാമല്ലോ. അങ്ങനെ അയാളോട് മലയാളത്തിൽ ചോദിച്ചു, ഉത്തരം കിട്ടി. മണലൂർ സെന്റ് തെരേസസ് UP സ്കൂളിൽ കാർഷിക ദിനാചരണം ആചരിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിലെ ഏറ്റവും മികച്ച കർഷക കുടുംബത്തിലെ ഗൃഹനാഥനായ രാജൻ കണ്ണംപറമ്പിലിനെ ചടങ്ങിൽ പൊന്നാടണിയിച്ച് ആദരിച്ചു. കുട്ടികർഷകനായ വിദ്യുത് രാജിന് പ്രധാനാധ്യാപിക സിസ്റ്റർ വിന്നി മെമന്റോ നൽകി അനുമോദിച്ചു. PTA പ്രസിഡന്റ് സിജോ മാത്യു, മുഹമ്മദ് ഷെരീഫ്, സിജി ചെറിയാൻ, സെമി സൈമൺ എന്നിവർ നേതൃത്വം നൽകി. കാഞ്ഞാണി കുന്നംപുള്ളി കുയിലംപറമ്പിൽ രുദ്രമാല ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. സിനിമാ താരം ലിഷോയ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് KK ലോഹിനാഥൻ അധ്യക്ഷനായി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സോഷ്യൽ മീഡിയയിൽ തിളങ്ങിയ താരങ്ങളെയും കുടുംബാംഗങ്ങളായ മുതിർന്നവരെയും ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി KV രാമകൃഷ്ണൻ, ട്രഷറർ KP പ്രവീൺ, KR ബിജു, ശില്പഗിരി, KL ലിബിത, രവീന്ദ്രൻ കാര്യാട്ടുകര, ചന്ദ്രൻ കാഞ്ഞാണി, അനിൽകുമാർ മണലൂർ, സുരേഷ് വാഴപ്പള്ളി എന്നിവർ സംസാരിച്ചു. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കുന്നംപള്ളി കുയിലാമ്പറമ്പിൽ ഈ ക്ഷേത്രത്തിലെ കുടുംബാംഗങ്ങളായ നിങ്ങളുടെ പ്രഗത്ഭരായ കുട്ടികളെയും ബാക്കി ഉന്നത വിദ്യാഭ്യാസം നേടിയ മറ്റു പലരെയും ആദരിക്കുന്നുണ്ട് ഇവിടെ. അവർക്കൊക്കെ കാരണവന്മാരെ ഓക്കെ. ഈ പ്രവൃത്തിയിലൂടെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു കൂട്ടായ്മ കൂടുതൽ ഉറപ്പുവരുകയും ശക്തമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻകൈയെടുക്കുക, എല്ലാവരും വരാൻ ശ്രമിക്കുക. ഉത്സവം പോലെ തന്നെ, നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം പോലെ തന്നെ എല്ലാവരും പങ്കെടുത്ത് അതിനെ വിജയകരമാക്കി തീർക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ത്യ പര്യടനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ മോർണിംഗ് ഹെൽത്ത് ക്ലബ് അംഗം ബൈജു ചിറയത്തിന് ക്ലബിന്റെ ആദരവ് നൽകി. കണ്ടശാങ്കടവിൽ നടത്തിയ ചടങ്ങിൽ ക്ലബ്ബ് സെക്രട്ടറി സിജോ ഡേവീസ്, പ്രസിഡന്റ് ലിബിൻസൺ തോണത്ത്, ക്ലബിലെ മുതിർന്ന അംഗങ്ങളായ വേണുഗോപാൽ, രാമൻ, ശശി മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വയനാട് അതിജീവനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ പാട്ടുവര സംഘടിപ്പിച്ചു. പ്രകൃതി നമുക്കുള്ളിലാണെന്നും ഉള്ളിൽ പ്രകൃതിയുള്ളവർക്ക് പ്രകൃതിയെ നോവിക്കാൻ ആവില്ലെന്നുമുള്ള തിരിച്ചറിവ് പാട്ടിലൂടെയും വരയിലൂടെയും അനുഭവിച്ചറിയുകയായിരുന്നു കുരുന്നു ചിത്രകാരന്മാർ. പ്രകൃതിയുമായി ബന്ധപ്പെട്ട സിനിമാ ഗാനങ്ങൾ അകമ്പടിയായി അന്തരീക്ഷത്തിൽ പ്രകൃതി മനോഹാരിത വർണ്ണങ്ങളിൽ ചാലിച്ചു. LP, UP, HS, HSSS വിഭാഗത്തിലെ കുട്ടികൾ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥിനിയും സംസ്ഥാന കലോത്സവത്തിൽ തുടർച്ചയായി ചിത്രരചനയ്ക്ക് A ഗ്രേഡ് കരസ്ഥമാക്കിയ ചിത്രകാരിയും യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാവുമായ ഗോപിക നന്ദന വരച്ച അതിജീവനം എന്ന ചിത്രം വരയ്ക്ക് ഒപ്പമായിരുന്നു കുട്ടികളുടെ പാട്ടുവര. ഓടമഞ്ഞ്
അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ ആർ സുരേഷ്, പ്രിൻസിപ്പാൾ ജയലക്ഷ്മി, പ്രധാനാധ്യാപിക ബീന ടി രാജൻ, PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത്, മാതൃസംഗമം പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത്, അധ്യാപകരായ കാവ്യ, പ്രസാദ്, ശ്രീകാന്ത്, സിനി, വിനീത്, ആന്റോ, ലേഖ എന്നിവർ നേതൃത്വം നൽകി. നമുക്ക് പുറത്തുള്ള ഒന്നാണ് എന്നാണ് നമ്മൾ പറയും. നമ്മൾ ബീച്ചിൽ പോകുന്നു, ബീച്ച് കാണാൻ പോകുന്നു, ബീച്ച് നമ്മുടെ പുറത്താണ് എന്നാണ് നമ്മുടെ പൊതുവായ ധാരണ. അല്ലെ നമ്മൾ കാട്ടിലേക്ക് ടൂർ പോകുന്നു, കാട് അവിടെ കിടക്കുന്നു, നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു, അങ്ങനെയാണ് നമ്മുടെ ധാരണ. പക്ഷേ പ്രകൃതി യഥാർത്ഥത്തിൽ നമ്മുടെ പുറത്തല്ല, നമ്മുടെ ഉള്ളിലുള്ള ഒന്നാണ്. നമ്മുടെ ഉള്ളിലുള്ള ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിനെ വേദനിപ്പിക്കാനുള്ള അവകാശമില്ല. നമ്മുടെ പുറത്തുള്ളൊരു സാധനമല്ല. നമ്മുടെ ഉള്ളിൽ ഈ കാടുണ്ട്, നമ്മുടെ ഉള്ളിൽ ഈ കടലുണ്ട്, നമ്മുടെ ഉള്ളിൽ വെള്ളമുണ്ട്, ഇല്ലേ? ഇതൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഭാഗമാണ് പ്രകൃതി എന്നുള്ള ബോധം വരുമ്പോഴാണ് നമ്മൾ അതിനെ നോവിക്കാതിരിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലപ്പാട് ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്കും മക്കൾക്കും പരിക്ക്. തീരദേശത്തെ മഞ്ഞക്കടലാക്കി SNDP യോഗം. നാട്ടിക യൂണിറ്റിന്റെയും പെരിങ്ങോട്ടുകര യൂണിറ്റിന്റെയും ഗുരുജയന്തി ഘോഷയാത്ര. മനുഷ്യാവകാശ സംഘടനയായ CPSJ ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ 1ാം വാർഷികം വലപ്പാട് നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.